ആർഷോ പി എം ആർഷോ നോക്കൂ, സർക്കാരും ഡിവൈഎഫ്ഐയും ഒക്കെ കക്ഷി ചേർന്നിരിക്കുന്ന ഒരു കേസിൽ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സ്റ്റേ ഇല്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിച്ചിരിക്കുന്നു. മധുവ കമ്മ്യൂണിറ്റി കഴിഞ്ഞ തവണ BJPക്കെതിരെ ബംഗാളിൽ വലിയ പ്രക്ഷോഭത്തിനിറങ്ങിയത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നടപ്പാക്കിയില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ ആ പ്രധാനമന്ത്രി നെഞ്ചുവിരിച്ചു പറയുന്നു, ഇതാ ഞാൻ പറഞ്ഞ കാര്യം നടപ്പിലാക്കുന്നു, 14 പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ എൻ്റെ വാഗ്ദാനമാണത് പാലിച്ചിരിക്കുമെന്നാണ് വെല്ലുവിളിക്കുന്നത് PM ആർഷോ. അതിനകത്ത് നേരത്തെ ജിൻഡോ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി രാജ്യത്തെ ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ച പ്രകടന പത്രികയ്ക്കകത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾക്കകത്തും പൂർണ്ണമായ പരിഹാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയോ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും നടത്താതെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും സംഘപരിവാരം അതിൻ്റെ രൂപീകരണ കാലഘട്ടത്തിൽ അവർ മുന്നോട്ട് വെച്ച രാജ്യത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലേക്ക് എത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളല്ലാതെ മറ്റൊന്നും കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യം ഭരിച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന NDA ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ അവർ പാലിക്കുന്നു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞു, രാമക്ഷേത്രം നിർമ്മിച്ചു, പ്രാണപ്രതിഷ്ഠ നടത്തി, പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നു, 14 പേർക്ക് സർട്ടിഫിക്കറ്റും കൊടുത്തു. അല്ല, തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവർ രൂപീകരണ കാലഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ച മതരാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്തെ ജനാധിപത്യ സമൂഹം ഒരുമിച്ച് ഉയർത്തുന്നത് ഈ കാലയളവിൽ മുഴുവൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും അത് ഈ ഒരു കാലഘട്ടത്തിൽ അവർ ആരംഭിച്ചതല്ല. RSSന്റെ കഴിഞ്ഞ 99 വർഷക്കാലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആ ചരിത്ര കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ നിലയിൽ അത് ഭരണഘടനാ അസംബ്ലിക്കകത്തുണ്ടായിരുന്ന സംഘപരിവാർ അനുകൂലികൾ തൊട്ട് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും അവർ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് രാജ്യത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. RSSന്റെ ശ്രമങ്ങളായിരുന്നു പോയ കാലത്തെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം ആ ശ്രമങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ നേരിട്ട് നിന്നിടപെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം, വലിയ സമരം രാജ്യത്ത് ഉയർന്നു വരും. അതിനെ ചെറുത്തു തോൽപ്പിക്കും. അതിന്റെ ആദ്യ പടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. നോക്കൂ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ പോലും ഒരു സ്റ്റേ കൊടുത്തിട്ടില്ല സുപ്രീം കോടതി. നിങ്ങളടക്കം, കേരള സർക്കാർ അടക്കം, മുസ്ലിം ലീഗ് അടക്കം 367 ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. 14 പേര് ഇതാ പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ പൗരത്വം കിട്ടി പുറത്തു വന്നിരിക്കുന്നു. അല്ല, സ്വാഭാവികമായും രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു ഇടപെടലാണ് പൗരത്വ നിയമ ഭേദഗതി എന്നുള്ളതിനകത്ത് തർക്കമല്ല. ഏറ്റവും ഒടുവിൽ ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിധികളുണ്ട്. അങ്ങേയറ്റം ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന വിധികളാണ്. ഈ ഘട്ടത്തിലും ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കകത്തുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. പ്രധാനമന്ത്രി അപ്പോൾ വെല്ലുവിളിക്കുന്നത് ആരെയാണ്? പ്രധാനമന്ത്രി വെല്ലുവിളിക്കുന്നത് ഭരണഘടനയാണ്, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയാണ്, ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെയാണ്.